നിരാലംബരും അധകൃതരുമായ സാധാരണ ജനങ്ങൾ അവർ നേരിടുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തുവാനും അവർക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കുവാനുമായി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിരവധി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് PIL അഥവാ പൊതു താൽപര്യ ഹർജി? ഇത് ആർക്കൊക്കെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സെക്കൻഡ് പേപ്പർ മൊഡ്യൂൾ 3-ൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇതാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ PIL-നെ പറ്റി പറയുമ്പോൾ എന്താണ് PIL എന്ന് പറയുന്നത്? PIL-നുള്ള ഒരു നിയമ പരിരക്ഷ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതിനൊരു നിയമ സാധുത ലഭിക്കുന്നത്? എങ്ങനെ നമുക്ക് PIL ഫയൽ ചെയ്യാം? PIL-യുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകൾ, PIL-ന്റെ ഒരു റോൾ യഥാർത്ഥത്തിൽ എന്താണ്? PIL എങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, PIL-ന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അതിനെ തുടർന്ന് നമ്മൾ ഇത്രയും ടോപ്പിക്കുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, ഇത്രയുമാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ PIL-ലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് PIL-ന്റെ ഒരു എവല്യൂഷനെ പറ്റിയിട്ടാണ്. ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1960-കളിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1963-ലെ ജിഡിയോൺ കേസ്, US-ൽ ഈ ഒരു കേസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടുത്തെ ജയിലുകളിൽ ക്രിമിനൽ കുറ്റത്തിന് വിചാരണ നേരിടുന്ന ആൾക്കാർക്ക് ലോയേഴ്സിനെ സമീപിക്കാൻ പറ്റിയിരുന്നില്ല, അതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഈ പറയുന്ന ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അതിനെ മറികടന്നുകൊണ്ട് ലോയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യണം എന്ന ഒരു വിധി US-ലെ സുപ്രീം കോടതി പാസ്സാക്കുകയുണ്ടായി. അപ്പൊ ഇതിനെ തുടർന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന ഒരു കൺസെപ്റ്റ് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ നിരാലംബരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റാരുടെയും ആശ്രയം ഇല്ലാത്ത, ഒരു പക്ഷേ ചിലപ്പം ലീഗലായിട്ടുള്ള സേഫ് ഗാർഡ്സിനെ പറ്റി അറിയാത്ത സാധാരണ ജനങ്ങൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക്കിന് നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുവരെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യാനാണ് സാധാരണഗതിയിൽ നമ്മൾ കോടതിയെ സമീപിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, പബ്ലിക്കിൽ നിന്നും പൊതുവായിട്ട് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്ത് ചെയ്യാം? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കാം. അപ്പൊ അവിടെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 1980s-ലാണ് ഇന്ത്യയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആരംഭിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് PN ഭഗവതി, ഇവർ രണ്ടുമാണ് ഇന്ത്യയിലേക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ കൺസെപ്റ്റ് കൊണ്ടുവരാൻ മുൻകൈ എടുത്തവർ. അതിൽ ജസ്റ്റിസ് PN ഭഗവതിയാണ് ഫാദർ ഓഫ് PIL ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇനി അമേരിക്കയിൽ ഒറിജിനേറ്റ് ചെയ്ത ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുപ്രീം കോടതി എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? PIL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ആക്ഷൻ ആണ് ഇനിഷ്യേറ്റഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അപ്പം നമ്മുടെ ഒരു കോടതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ ആക്ഷൻ ആണ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതുജന താല്പര്യാർത്ഥം കോടതികൾ നൽകുന്ന നിയമപരമായ സംരക്ഷണം, അതിനെയാണ് നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിനെയാണ് നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ ചർച്ച ചെയ്യാം. ഇനി ലീഗൽ ഫ്രെയിംവർക്ക്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ PIL ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുക? ആർക്കാണ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുക? ഇതിന്റെ ഒരു നിയമവശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും അതുവരെ PIL വരുന്ന അതിന് തൊട്ട് മുൻപ് വരെ 1980-കൾ വരെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലീഗൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോക്കസ് സ്റ്റാൻഡി എന്നതാണ്. അതായത് ഒരു പ്രശ്നം നേരിട്ട അല്ലെങ്കിൽ കോടതിയെ സമീപിക്കേണ്ട രീതിയിൽ അവരവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ന്യൂനത സംഭവിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിട്ട ഒരാൾ അയാളുടെ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്ന രീതിയായിരുന്നു ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വ്യക്തിഗതമായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ ആർക്കും, അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ ആയിരിക്കാം, ഇവർക്ക് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ എന്ത് ചെയ്യാം? സമീപിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ പ്രത്യേകത. അപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം ഭരണഘടനയിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിൾസ്, സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന
നമുക്ക് ആർട്ടിക്കിൾ 32 പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരത്തിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന PILന്റെയും കൂടെ പരിധി വരുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതായത് എന്താണ്, നേരിട്ട് നമുക്ക് PIL സുപ്രീം കോടതിയിൽ സമർപ്പിക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് പെർ ആർട്ടിക്കിൾ 32 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ പ്രത്യേക അധികാര പരിധിയുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത് ഭരണഘടനയിലെ പവർ ഓഫ് ഹൈക്കോർട്സ് ടു ഇഷ്യൂ റിട്സ്. അപ്പം ഇന്ത്യയിൽ PILകൾ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന നിയമസാധുത കിട്ടുന്നത് എവിടുന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 226 പ്രകാരം എന്താണ്, നമുക്ക് ഹൈക്കോടതികളെ ഡയറക്റ്റ് സമീപിക്കാം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി. ഇനി ഇത് കൂടാതെ നമുക്ക് മുൻപുണ്ടായിരുന്ന CRPCയിലെ സെക്ഷൻ 133 ഒക്കെ പ്രകാരം ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് കോടതികളെയും അല്ലെങ്കിൽ സബോർഡിനേറ്റ് ജുഡീഷ്യറിയെയും സമീപിക്കാം എന്ന് പറയുന്നു. പക്ഷെ മിക്ക കേസുകളിലും അവരുടെ പരിധിക്ക് പുറത്തു നിൽക്കുന്ന കേസുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിലെ ജഡ്ജസ് അത് സ്വീകരിക്കാറില്ല. വീണ്ടും നമ്മൾ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാറാണ് പതിവ്. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസ് പ്രകാരം എന്താണ്, സുപ്രീം കോടതിയിലും ഹൈക്കോടതിക്കും നമുക്ക് നേരിട്ട് PIL ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർക്ക് PIL ഫയൽ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുജന താല്പര്യാർത്ഥം പബ്ലിക് നേരിടുന്ന ഒരു പൊതുവായിട്ടുള്ള പ്രശ്നം, ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു പ്രശ്നം, ഇതിനെതിരെ എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ നേരിട്ട് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാവുന്നതാണ്. അപ്പൊ അതിനാണെങ്കിലും ഇത് ക്രൈറ്റീരിയ കുറച്ച് പറയുന്നുണ്ട്. എങ്ങനെ, ഏത് ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന PIL ഫയൽ ചെയ്യാം എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായിരിക്കരുത്. വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യാർത്ഥം വേണം PILകൾ ഫയൽ ചെയ്യാൻ എന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ പറയുന്നത്. അടുത്തത് ലെജിറ്റിമേറ്റ് പബ്ലിക് കോഴ്സ്. ഓക്കെ, അതായത് എന്താണ്, ഒതന്റിക് ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊതുജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ പ്രശ്നത്തെ പറ്റി പഠിക്കുക. അതിലെ എന്തൊക്കെയാണ് റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നതിനെ പറ്റി വിശകലനം നടത്തുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ കോടതിയെ സമീപിക്കാനായിട്ട്. അഫക്റ്റഡ് പാർട്ടി ഓർ ആക്ടിംഗ് ഓൺ ബിഹാഫ് ഓഫ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഹു കനോട്ട് ആക്സസ് ദ കോർട്സ് ദംസെൽഫ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇതിന്റെ പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നം നേരിടുന്ന ആൾക്കാർ അവർക്ക് എന്താണ്, അവരുടെ പരിമിതികൾ മൂലം കോടതിയെ ഡയറക്റ്റ് സമീപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഏതൊരു വ്യക്തിക്കും നമുക്ക് PIL ഫയൽ ചെയ്യാം. അപ്പൊ അത് എങ്ങനെ, നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഫയൽ ചെയ്യാം. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈവൻ ലെറ്റർ നമ്മൾ കോടതിയുടെ ജഡ്ജിന് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കത്ത് അയച്ചാൽ അതും PIL ആയിട്ട് ഒഫീഷ്യലി റെക്കോർഡ്സിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ലോയറിനെ വെച്ചുകൊണ്ട് PIL നമുക്ക് കേസുകൾ ബാധിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് PILുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ഒരു നോമിനൽ ഫീ, ഒരു കോർട്ട് ഫീ ഉണ്ട്, ഒരു 50 റുപ്പീസിന് നോമിനൽ ഫീയും ഉണ്ട്. അതും കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് എന്താണ് PIL, അതിന്റെ ഒരു ഒറിജിൻ എവിടുന്നാണ്, ഇനി ആർക്കൊക്കെ എവിടൊക്കെ ഈ പറയുന്ന PILുമായിട്ട് സമീപിക്കാം എന്നതാണ് നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് PILുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചില ജഡ്ജ്മെന്റുകളാണ്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകൾ. അതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1982. ഈ കേസിലാണ് PILന്റെ ഒരു തുടക്കം പോലെ നമുക്ക് പറയാവുന്നത്. ഇന്ത്യയിൽ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്, എനി മെമ്പർ ഓഫ് ദ പബ്ലിക്, പൊതുജനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സഫീഷ്യന്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ആൻ ആക്ഷൻ ഫോർ ജുഡീഷ്യൽ റിഡ്രസൽ. അപ്പം നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ജുഡീഷ്യൽ റിഡ്രസലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ പൊതുജന താല്പര്യാർത്ഥം കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് 1982 SP ഗുപ്ത കേസ് എന്ന് പറയുന്നത്. അടുത്ത MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1986. ഈ ഒരു കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഡൽഹിയിൽ നമുക്കറിയാം പൊല്യൂഷൻ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഡൽഹിയിലുണ്ട്, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു വ്യക്തിക്ക് ഉപരിയായിട്ടൊരു പൊതു
തലത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിൽ സുപ്രീം കോടതി ഈ ഒരു ജഡ്ജ്മെന്റിലാണ് പറഞ്ഞത് ആർട്ടിക്കിൾ 21 അകത്ത് എന്തുകൊണ്ട് റൈറ്റ് ടു ഹെൽത്തി എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു റൈറ്റും 21 അകത്ത് തന്നെ എൻഷ്രെയിൻഡ് ആണ്. അത് പ്രകാരം ആണ് സുപ്രീം കോടതി എന്ത് ഡയറക്ഷൻ കൊടുത്തു, ഡൽഹിയിൽ CNG ഫ്യൂവൽഡ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയത് സുപ്രധാനമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ പോയത് ഏതിലാണ്, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലാണ് എന്നത് ഓർക്കുക. ഇനി അടുത്ത ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1997. നമ്മൾ വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറയും. സ്ത്രീകൾ അവരുടെ വർക്ക് പ്ലേസിൽ നേരിടുന്ന ഹരാസ്മെന്റുകൾക്കെതിരെ, എസ്പെഷ്യലി സെക്ഷൽ ഹരാസ്മെന്റിനെതിരെ ഗൈഡ് ലൈൻസ് ഫോം ചെയ്യണം എന്ന് സുപ്രീം കോടതി വിധി നൽകിയത് ആണ് ഈ ഒരു ഫേമസ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇതും PIL തുടർന്നായിരുന്നു 1997 ഈ ഒരു കേസ്. അതിനെ തുടർന്നാണ് പാർലമെന്റ് എന്ത് ചെയ്യുന്നത്, പോഷ് ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന 2013 ആക്ട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അപ്പൊ ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള പല ജഡ്ജ്മെന്റുകളും നമുക്ക് PILകളിൽ നിന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പൊ ഒരു മലയാളിയുടെ ജഡ്ജ്മെന്റ്, മലയാളി നൽകിയ ഒരു PILുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1996. ഈ ഒരു ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. നമ്മുടെ ഫോറസ്റ്റിന്റെ ഡെഫിനിഷനും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും ഫോറസ്റ്റിനെയും കൺസർവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 സുപ്രധാനമായ മാറ്റങ്ങൾ സുപ്രീം കോടതി പരാമർശിച്ച ഒരു കേസാണ് നമ്മുടെ ഈ TN ഗോദവർമ്മൻ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിരവധി ജഡ്ജ്മെന്റുകൾ സുപ്രീം കോടതി ഈ PILകളിലൂടെ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം PILന്റെ പ്രധാനപ്പെട്ട റോൾസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്താണ്, എഫക്റ്റീവ് ആക്സസ് ടു ജസ്റ്റിസ് ടു ദ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അപ്പം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വൾണറബിൾ സെക്ഷൻസ് ഉണ്ട് സൊസൈറ്റിയിൽ. അപ്പൊ അവർക്ക് ഒരു പക്ഷേ അവരുടെ നീതി ഉറപ്പാക്കാനായിട്ട് കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് ആ ഒരു ലീഗൽ പരിരക്ഷ നൽകുക എന്നാണ് പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ടൂൾ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പലപ്പോഴും ഒരു വ്യക്തി കേന്ദ്രീകൃതം എന്നതിലുപരിയായിട്ട് പൊതുസമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കാലയളവിൽ, പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ മൂലമുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ TN ഗോദവർമ്മൻ കേസൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ PILലൂടെ ഒരുപാട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നൽകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ഒക്കെ പാർലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത പ്രൊമോട്ട് മീനിങ് ഫുൾ റിയലൈസേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് മൗലിക അവകാശങ്ങൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് വ്യക്തി കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. എന്നാൽ ഈ പറയുന്ന പോലെ പൊതുസമൂഹത്തിന് പലപ്പോഴും റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, അവഗണിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കുറെ കൂടി ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ആ ഒരു പൊതുസമൂഹത്തിന് അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് PIL എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ടൂളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാലിഡേഷൻ ഓഫ് റൂൾ ഓഫ് ലോ. പലപ്പോഴും ഭരണത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് ഭരണം നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആർബിട്രറി ഫോം ഓഫ് റൂൾ മാറ്റാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിനും ഒക്കെ ഒരു ചെക്ക് കൊണ്ടുവരാനായിട്ട്, ഒരു ബാലൻസും ചെക്കും കൊണ്ടുവരാനായിട്ട് PILലൂടെ കോടതികൾക്ക് സാധിക്കും. അടുത്ത അൺലൈക്ക് ട്രഡീഷണൽ ഡിസ്പ്യൂട്ട്, സാധാരണഗതിയിൽ ഉള്ള ഡിസ്പ്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി, റെസൊല്യൂഷൻ മെക്കാനിസംസിൽ നിന്ന് വ്യത്യസ്തമായി നോ ഡിറ്റർമിനേഷൻ ഓൺ അഡ്ജുഡിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അപ്പം വ്യക്തി കേന്ദ്രീകൃതമായ റൈറ്റ്സിന് ഔട്ട്സൈഡ് ആയിട്ട് എന്താണ്, പൊതുജന താല്പര്യാർത്ഥമാണ് ഇവിടെ കേസുകൾ പരിഹരിക്കുന്നത് എന്നൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത, PILന്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാവുന്നത്. എന്നാൽ പലപ്പോഴും ഈ പറയുന്ന PILന് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് ക്രിറ്റിസിസം വരാറുണ്ട്. അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പലപ്പോഴും ടൂൾ ഫോർ ജുഡീഷ്യൽ ആക്ടിവിസം അല്ലെ, ജുഡീഷ്യൽ ഓവർ റീച്ച് അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്, പാർലമെന്റ് ആണ്. ഇതിനൊരു ബാലൻസും ചെക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം, ലീഗലി കാര്യങ്ങൾ നോക്കാനായിട്ട് ജുഡീഷ്യൽ റിവ്യൂ നടത്താനായിട്ട് നമ്മുടെ ജുഡീഷ്യറി ഉണ്ട്. എന്നാൽ പലപ്പോഴും ലെജിസ്ലേറ്റീവ് വാക്കും ഒക്കെ കൊണ്ടും എക്സിക്യൂട്ടീവിന്റെയും ഈ ലെജിസ്ലേച്ചറിന്റെയും ഒരു റോളിലേക്ക് പലപ്പോഴും ജുഡീഷ്യറി കടക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഭരണഘടന മുന്നോട്ട്
മുന്നോട്ട് വയ്ക്കുന്ന സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട്. അതിനെ മറികടന്ന് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് കോടതികൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവരുടെ അധികാര പരിധി പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയാം. അപ്പൊ ഈ PIL ഇത്തരത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു ടൂളാണ് എന്ന് പലരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അടുത്തത് ഈ പറയുന്നത് ഫ്രിവലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലപ്പോഴും തെറ്റായിട്ടുള്ള PIL, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നും PILനെ പലരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മോട്ടീവ്സിന് വേണ്ടിയിട്ട് പലരും ഫേക്ക് ആയിട്ടുള്ള PILs ഫയൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ജെനുവിൻ ആയിട്ടുള്ള കേസുകളുടെ സമയം നഷ്ടപ്പെടുകയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും PILുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, 1998 കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് PILുമായിട്ട് ബന്ധപ്പെട്ട്. 2003 അത് ചെറിയ വ്യത്യാസങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രകാരം ചില പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബോണ്ടഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ട്, പെറ്റീഷൻസ് അഗൈൻസ്റ്റ് അട്രോസിറ്റീസ് ഓൺ വിമൺ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇങ്ങനെ ചില ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഏതൊക്കെ കേസുകൾ PIL ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് പ്രകാരമാണ് സുപ്രീം കോടതി നിലവിൽ PIL കൺസിഡർ ചെയ്യുന്നത് എന്നത് കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൂടെ നമുക്ക് കാണാം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോർട്ട് എ PIL ബി ഫയൽഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഒരു PIL ഏതൊക്കെ കോടതികളിൽ നമുക്ക് ഫയൽ ചെയ്യാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈക്കോർട്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നെയ്തർ എ നോർ ബി. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിറ്റിഗേഷൻ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി നമുക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. വിത്ത് റെസ്പെക്ട് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PILുമായിട്ട് ബന്ധപ്പെട്ട് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗീവൺ അബവ് ഈസ് ഓർ ആർ കറക്റ്റ്. ഇവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ദിസ് കൺസെപ്റ്റ് ഫ്രം ദ UK, യുണൈറ്റഡ് കിങ്ഡം, ഫ്രം വെയർ ഇറ്റ് ഒറിജിനേറ്റഡ്. അപ്പൊ ഇതിൽ പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്, UK-യിലാണ് ഈ കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത്, അവിടുന്നാണ് ഇന്ത്യ ഇത് ഫോളോ ചെയ്തത് എന്നുള്ളതാണ്, അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. നമുക്കറിയാം UK-യിലല്ല, എവിടെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഈ ഒരു കൺസെപ്റ്റ് 1960s ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ജസ്റ്റിസ് PN ഭഗവതി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് PIL ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ PILന്റെ ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് PN ഭഗവതി ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമുക്കിവിടെ ഉത്തരം വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി 2 ഒള്ളിയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് PILുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള PILുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെന്റുകൾ അല്ലെങ്കിൽ കേസുകൾ അറിയാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. അതുവരെ താങ്ക് യു.